അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ഏത് അറ്റം വരെ പോവാനും എല്ലാവരും തയ്യാറാണ്. എന്നാൽ എങ്ങനെയാണ് ആ ഉദ്ദേശ പൂർത്തീകരണം നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. നമ്മൾ ചാനലിൽ കേട്ട പല സൂറത്തുകളും ഉസ്താദന്മാര് കൽപ്പിച്ച സൂറത്തുകളും വയലിന്റെ സ്റ്റേജുകളിൽ കേൾക്കുന്ന സൂറത്തുകളും ദിക്റുകളും ഒക്കെ കൊണ്ട് നടന്നിട്ടും പല മക്ബറകളിലും പോയിട്ട് നേർച്ച നടത്തിയിട്ടും എന്തു തന്നെ ചെയ്തിട്ടും നമ്മളുടെ ഉദ്ദേശങ്ങൾ അങ്ങ് പൂർത്തിയാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി ഉള്ളൊരു നിർദ്ദേശമാണ് കലിമ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കാരമാണ്. ഓരോ റക്അത്തിലും ഫസ്റ്റത്തെ റക്അത്തിൽ 8 ഫാത്തിഹയും 7 ഇഖ്ലാസ് സൂറത്തും. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. 7 എണ്ണം ഇഖ്ലാസ്, ഫാത്തിഹ 8 എണ്ണം. ഇങ്ങനെ തന്നെ അടുത്ത റക്അത്തിലും നിങ്ങൾ ചെയ്യണം. നിസ്കരിക്കുമ്പോൾ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി ആയിരിക്കണം. ഈ നിസ്കാരത്തിന് സമയം പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയങ്ങളിൽ ഇത് ചെയ്യാം. പിന്നെ ഉത്തമമായ സമയങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ഉത്തമമായ സമയങ്ങളാണ് കൂടുതലും നല്ലത് എന്ന് ഞാൻ പറയുക എന്ന് മാത്രം. അത് വെള്ളിയാഴ്ച അസറിന്റെ ശേഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറിന്റെ ശേഷം, വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. എന്നിട്ട് അങ്ങനെ നിങ്ങൾ സുജൂദ് ചെയ്ത് റുകൂഉം സുജൂദൊക്കെ സാധാരണ പോലെ ശേഷം സലാം വീട്ടിയ ശേഷം 7 വട്ടം നിങ്ങൾ യാ അസീസ്, യാ ഗഫൂർ, യാ റഹീം, ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. ഒന്നും കൂടി പറയാം. 7 വട്ടം നിങ്ങൾ ചൊല്ലേണ്ടത് നിസ്കാരം കഴിഞ്ഞിട്ട് യാ അസീസ്, യാ ഗഫൂർ, യാ റഹീം, ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ എന്ന് നിങ്ങൾ ചൊല്ലണം. 7 വട്ടം, 1 വട്ടം ചൊല്ലിയാൽ മതി. അതിന് ശേഷം നിങ്ങൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം. എത്ര കണ്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക. പിന്നെ ഈ നിസ്കാരത്തിന് കിട്ടുന്ന ഗുണം, പ്രത്യേകത എന്തെന്നാണെന്നറിയോ? അത് ഈ പറഞ്ഞതൊന്നല്ല, അതിനേക്കാൾ വലിയ ലാഭമാണ്, വലിയ ഒരു ലാഭമാണ്. അതെന്താണെന്നറിയോ? ഈ നിസ്കാരം കൊണ്ട് മരണസമയത്ത് നമുക്ക് വെപ്രാളം ഉണ്ടാവില്ല. വളരെ സുന്ദരമായിട്ട് കലിമ ചൊല്ലി മരിക്കാൻ കഴിയും. അതെന്നെ വലിയ നേട്ടമല്ലേ? അതെന്നൊരു വലിയ ഭാഗ്യമാണ്. അതിലും വലിയ ഭാഗ്യം ഏതാണ്? പിന്നെ അതിനു ശേഷം നിങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട്, സലാം വീട്ടിയ ശേഷം സുജൂദിൽ കിടന്നുകൊണ്ട് 41 വട്ടം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 41 പ്രാവശ്യം ചൊല്ലണം. അതിനുശേഷം നിങ്ങൾ ദുആ ഇറക്കുക. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല നമുക്ക് അറിവുകൾ ഉപകാരപ്രദമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.